2031 കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ 1 കോടിയോളം രൂപ ചെലവഴിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. വിഷൻ 2031 എന്ന പേരിലാണ് ഒക്ടോബർ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ 33 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനെന്ന പേരിൽ ജനുവരിയിൽ മെഗാ കോൺക്ലേവും നടത്തും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ നീക്കം. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 75-ാം വാർഷികം വരുന്ന 2031 കേരളം കൈവരിക്കേണ്ടതും തുടക്കമിടേണ്ടതുമായ വികസന നേട്ടങ്ങൾ ആസൂത്രണം ചെയ്യാനെന്ന പേരിലാണ് വിഷൻ 2031 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ 3 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് 33 സെമിനാറുകളാണ് നടത്തുക. ആകെ 99 ലക്ഷം രൂപ സെമിനാറുകളുടെ സംഘാടനത്തിനായി ചെലവഴിക്കും. PRDക്കാണ് പ്രചാരണ ചുമതല. ഇതോടെ സെമിനാറുകളുടെ ആകെ ചെലവ് കോടികളായി മാറുമെന്ന് സാരം. സെമിനാറിൽ വകുപ്പുകളുടെ 10 വർഷത്തെ നേട്ടങ്ങൾ അവതരിപ്പിക്കും. വിഷൻ 2031 കരട് നയരേഖ അവതരണം, പാനൽ ചർച്ചകൾ, സർക്കാരിന് സമർപ്പിക്കേണ്ട രേഖകൾ തയ്യാറാക്കൽ എന്നിവയും സെമിനാറുകളുടെ ഭാഗമാണ്. 500 മുതൽ 1000 പേരെ വരെ പങ്കെടുപ്പിക്കണമെന്നതാണ് നിർദ്ദേശം. 33 സെമിനാറുകളിൽ നിന്നുവരുന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനെന്ന പേരിൽ ജനുവരിയിൽ മെഗാ കോൺക്ലേവും സംഘടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും കൈയിട്ട് വാരി വികസന സദസ്സുകൾ നടത്തുന്നതിനൊപ്പമാണ് സെമിനാർ ധൂർത്തും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായാണ് സർക്കാരിൻ്റെ സെമിനാർ സംഘാടനം എന്നതും ശ്രദ്ധേയമാണ്. തുടർഭരണമുണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. 2026 അധികാരത്തിലേറാൻ കഴിഞ്ഞാൽ സർക്കാരിന് 2031 വരെ കാലാവധിയും ലഭിക്കും. അതിനാൽ സർക്കാർ ചെലവിൽ തയ്യാറാക്കുന്ന വിഷൻ 2031 നയരേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളായിരിക്കുമെന്നതിലും തർക്കമില്ല. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.